അസർബൈജാനിലെ ഫസ്റ്റ് ഡേ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഡേ കണ്ടാലോ? അപ്പം രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു, ബൊഫേ ആയിരുന്നു. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാനുള്ള സിറപ്പും അതുപോലെ തന്നെ ന്യൂട്ടല്ല, അതുപോലെ തന്നെ ജാമ്, പിന്നെ ഹണി, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, എല്ലാത്തിൻ്റെയും പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പം ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ചോക്കോസ്, കോൺഫ്ലെക്സ്, ഓട്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കുറേ യോഗേർട്ട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പ്ലെയിൻ യോഗേർട്ട്, ഫ്ലേവേർഡ് യോഗേർട്ട്, അതുപോലെ തന്നെ ചീസ്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്, അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഐറ്റം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത. ഈ കാണുന്ന വ്യൂവും കണ്ടുകൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ജീൻസും പിന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു ക്രോപ്പ് ടോപ്പും ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡ്രൈവർ വരുന്ന വരെ നമ്മൾ വെളിയിലൊക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. വന്ന ദിവസം നല്ല മഴയായതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ നടക്കാൻ നല്ല അടിപൊളി നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ നമ്മൾ KFC ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. നമ്മൾ ഷഹദായിലോട്ട് പോകുന്ന വഴിക്ക് ഒരു എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയ, അവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഷഹദായിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടാണ്. നല്ല ഫോഗായിരുന്നു, കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു റോഡിലൂടെ. ഇതായിരുന്നു നമ്മുടെ ഷഹദായിലെ ഹോട്ടലിലെ റൂം എന്ന് പറയുന്നത്. കിങ് സൈസ് ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് 2 സിംഗിൾ ബെഡും ഒരു വലിയ റൂമായിരുന്നു. വലിയ റൂമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഓടി കളിക്കാൻ പറ്റുന്ന അത്രയും വലിയ റൂമായിരുന്നു. പിന്നെ വിത്ത് ബാൽക്കണി ഉള്ള റൂമാണ്. അപ്പം ഇതാണ് നമ്മളുടെ ബാൽക്കണി എന്ന് പറയുന്നത്. എന്താ പറയുക, തണുപ്പായതുകൊണ്ട് ഡോറൊന്നും അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ തുറന്നു ആ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഫുൾ ഫോഗാണ്, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലുള്ള നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ ഒരു ഹോട്ടലിൻ്റെ ഒരു വെളിയിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി ഒരു രക്ഷയില്ലാത്ത നല്ല എന്താ പറയുക, ഹോട്ടലും ആയിരുന്നു, നല്ല റൂമും ആയിരുന്നു, നല്ല സ്ഥലവുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ ബാത്റൂം. വലിയ ബാത്റൂമായിരുന്നു വിത്ത് എന്താ പറയുക ബാത്ത് ടബൊക്കെ ഉള്ള. അപ്പോൾ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി. ഇതാണ് ഷഹദ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ഇതാണ് ആ ഹോട്ടലിൻ്റെ വെളിയിലത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു ഭാഗമാണ്. താഴെ വന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. എന്താ പറയുക, -ഡിഗ്രിയൊക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഒരു വെതർ എന്ന് പറയുന്നത്. അവിടുന്ന് കുറച്ച് തണുത്ത് വിറയ്ക്കുന്ന കാരണം നടക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ടും ഞാൻ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ വല്ലപ്പോഴൊക്കെ വരുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ രാത്രി ഫുഡ് അവിടെ തന്നെ കഴിച്ചു. ബർഗറും അതുപോലെ തന്നെ റൈസും പിന്നെന്താ സീസർ സലാഡും ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.